കണ്ണീരണിഞ്ഞ് വീണ്ടും ഒരു മലയോര കർഷകൻ. വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കിയിൽ ഒരു വൃദ്ധന്റെ വർഷങ്ങളുടെ അധ്വാനവും പ്രതീക്ഷകളുമാണ് ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിയപ്പെട്ടത്. ഇടുക്കി സ്വദേശിയായ താഴെത്തുരുത്തിയിൽ TJ വർക്കി എന്ന 74 വയസ്സുകാരന്റെ കൃഷിയിടത്തിലെ 25ഓളം തെങ്ങിൻ തൈകളാണ് മുള്ളൻ പന്നി നശിപ്പിച്ചത്. വർഷങ്ങളായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 74കാരനായ ഇടുക്കി സ്വദേശി താഴെത്തുരുത്തിയിൽ TJ വർക്കിയുടെ പറമ്പിലാണ് വൻ കൃഷിനാശമുണ്ടായത്. ആകെ ഉണ്ടായിരുന്ന 85 സെന്റ് സ്ഥലത്ത് ഉപജീവന മാർഗത്തിനായി 60ഓളം തെങ്ങിൻ തൈകളാണ് നട്ടത്. ഇവയിൽ 25 എണ്ണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുള്ളം പന്നി നശിപ്പിച്ചത്. തെങ്ങിൻ തൈകളുടെ ഓലകൾ കടിച്ചു മുറിച്ച ശേഷം അവയുടെ കൂമ്പും വേരുകളും പൂർണ്ണമായി തിന്നു തീർത്ത നിലയിലുമാണ്. കാട്ടുപന്നിയുടെ ആക്രമണമായിരുന്നു എങ്കിൽ പറമ്പിലെ മറ്റു ഭാഗങ്ങളിലും മണ്ണ് വ്യാപകമായി ഇളക്കി മറിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ തൈകളുടെ ചുവട്ടിൽ മാത്രമായി കൃത്യമായ രീതിയിലാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. അതിനാൽ മുള്ളംപന്നി തന്നെയാണ് ഈ വൻ നാശത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ഈ കാര്യത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ സാധാരണക്കാരായ കർഷകര് ഈ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന പോലെ കൃഷിദേഹങ്ങൾ നശിച്ച് ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല യാതൊരു മാർഗവുമില്ല. പണിയെടുത്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. പണിയെടുത്തിട്ട് ജീവിക്കാൻ പറ്റില്ലാത്ത നിലയിൽ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്താലും വേണ്ടിയല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്താലും. സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനൊക്കെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഈ മൃഗശല്യം കുറയുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചതാണ്. ഇപ്പോൾ ഈ ഗവൺമെന്റ് കയറിയിട്ട് മാസങ്ങളായി യാതൊരുവിധ നടപടി. കേന്ദ്രത്തിൽ എന്തോ നിവേദനം കൊടുക്കുന്നത്, കേന്ദ്രത്തിൽ നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ മനുഷ്യനെ കൊല്ലുന്നു. പ്രദേശത്ത് വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പും കൃഷി വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.